ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വെറും 1.5 മാസത്തിന്റെ ഇടയിൽ തിയേറ്ററുകളിലേക്ക് എത്തി വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളായി മാറിയ 2 മലയാളം സിനിമകളാണല്ലോ ലാലേട്ടന്റെ എമ്പുരാൻ, ഒപ്പം തന്നെ തുടരും. ഈ 2 സിനിമകളുടെയും സക്സസ് സെലിബ്രേഷൻ എന്ന ലാലേട്ടൻ ആരാധകർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. സിനിമകളുടെ അണിയറ പ്രവർത്തകരും സന്നിഹിതരായിരിക്കുകയാണ്. ലാലേട്ടൻ ആരാധകർ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ലാലേട്ടനും അതോടൊപ്പം തന്നെ തുടരും എന്ന സിനിമയുടെ സംവിധായകൻ, ഒപ്പം തന്നെ സത്യനന്ദിക്കാട്, കൂടാതെ ആന്റണി പെരുമ്പാവൂർ, തുടരും സിനിമയുടെ നിർമ്മാതാവ്, ഒപ്പം തന്നെ റൈറ്റർ എല്ലാം തന്നെ സന്നിഹിതരായി. ഒപ്പം തന്നെ സത്യസന്ധമായ 325 കോടിയുടെ കേക്ക് എമ്പുരാന്റെ പേരിലും തുടരുമെന്ന സിനിമയുടെ പേരിൽ 100 കോടിയുടെ കേക്കും ഇതിനോടകം തന്നെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ലാലേട്ടൻ ആരാധകരോടൊപ്പം ചേർന്ന് ലാലേട്ടൻ അദ്ദേഹത്തിന്റെ 2 സിനിമകളുടെ തുടർച്ചയുള്ള വിജയങ്ങൾ ആഘോഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നടക്കുന്ന ഈ ആഘോഷം ചെറുതാണ് എന്നും ഇതിനേക്കാൾ വലുത് വരേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ലാലേട്ടൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. തുടരും സിനിമയുടെ റിലീസ് സമയത്ത് പൂനെയിലെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിലായത് കൊണ്ട് തന്നെ തുടരും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒന്നും തന്നെ ലാലേട്ടൻ കൊച്ചിയിൽ, കേരളത്തിലൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ആദ്യമായിട്ടാണ് തുടരും സിനിമയുടെ ഒരു ഓഫ്ലൈൻ പരിപാടിയിൽ ലാലേട്ടൻ സന്നിഹിതനായിരിക്കുന്നത്. അങ്ങനെ ലാലേട്ടനും ഇതിനോടകം തന്നെ സിനിമയിലെ ഹാപ്പിയാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. കാത്തിരിക്കാം ലാലേട്ടന്റെ കൂടുതൽ സിനിമകളുടെ ഇതുപോലുള്ള ആഘോഷ പരിപാടികളുടെ അപ്ഡേറ്റുകൾക്ക്. ഇതിനിടയിൽ ലാലേട്ടൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. സിനിമയുടെ പൂനെ ഷെഡ്യൂൾ അങ്ങനെ പാക്കപ്പ് ആയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തൊരു ഘട്ടത്തിൽ ജൂൺ മാസത്തോടെ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോഴത്തെ അതിന് മുന്നേ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ മെയ് മാസം 3-ാമത്തെ ആഴ്ചയോടെ സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് പാക്കപ്പ് ആകുമെന്നും കൊച്ചിയിലാണ് സിനിമയുടെ അവസാനഘട്ട ഷെഡ്യൂൾ നടക്കുന്നത് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. സത്യനന്ദിക്കാട് സിനിമ ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. ഹൃദയപൂർവ്വം കഴിഞ്ഞാൽ ലാലേട്ടൻ ജോയിൻഷനായിട്ടിരിക്കുന്നത് അത് ദിലീപ് നായകനെത്തുന്ന ബബ്ബ എന്ന സിനിമയിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നതാണല്ലോ ഈ ദിലീപ് ചിത്രത്തിൽ ലാലേട്ടൻ അഭിനയിക്കുന്നുവെന്ന്. ഈ മെയ് മാസം പകുതിയോടെ സിനിമയുടെ സെറ്റിലേക്ക് ലാലേട്ടൻ ജോയിൻ ചെയ്യുമെന്നും ബബ്ബയുടെ മുഴുവൻ ഷൂട്ട് വരുന്ന ജൂൺ മാസത്തോടെ പൂർത്തീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ഒരു ഘട്ടത്തിൽ സിനിമയിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളിലെത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ കാമിയ റോളിലെത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടൻ സിനിമയിൽ എക്സ്റ്റൻഡ് കാമിയ റോളിലാണ് എത്തുന്നത് എന്നാണ്. അപ്പോൾ സിനിമയിലെ കഥാപാത്രം നല്ലതാണെങ്കിൽ, സിനിമ നല്ലതാണെങ്കിൽ അടുത്ത ബോക്സ് ഓഫീസ് കത്തിക്കൽ ലാലേട്ടൻ വക നമുക്ക് കാണാം.